morning. Good morning. Hi guys, good morning. അപ്പൊ നമ്മുടെ ഡേ 2 in cruise. ഞങ്ങളിത് രാവിലെ തന്നെ ഫോട്ടോ പിടിക്കാനായിട്ട് ഇങ്ങനെ സുന്ദരി മല ഞങ്ങൾ കളർ കോർഡിനേറ്റ് ചെയ്തു. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഏത് ക്രൂവിന്റെ കളർ. പക്ഷെ ഞാനല്ല കേട്ടാ, നമ്മള് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ക്രൂവിന്റെ കളറാണ്. അതുകൊണ്ട് അവര് തറതടയ്ക്കാനൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോവും, ഞങ്ങൾ പോവില്ല. 8 മണിക്കാണ് റെഡി ആയിട്ട് പോവാന്ന് വിചാരിച്ചേ. പക്ഷെ ചില ആൾക്കാര് എനിക്ക് ലേറ്റ് ആയി. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇപ്പൊ എത്ര മണിയായി? മണി 8:45. 8 മണി ഇപ്പൊ വെച്ചിട്ട് ഞങ്ങളിപ്പോ ആദ്യം ഫോട്ടോ എടുക്കും. ഇത്ര കോർഡിനേഷനെ പറ്റുള്ളൂ, പലതും പല കളറായി പോയി. എനിക്ക് രണ്ടുണ്ട്, എനിക്ക് ഈ കളറുണ്ട്. അപ്പൊ ഞാൻ ഇട്ടോക്കിയപ്പോ ഇതാ ഭംഗി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എടുത്ത് തന്നെ ചെയ്തു. എന്റെ കയ്യിൽ കളർ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, എല്ലാ കളറും ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ നമ്മള് തട്ടിന്റെ മേലേക്ക് പോവുകയാണ് ഫോട്ടോസ് എടുക്കാനായിട്ട്. രാധ ശരിക്കും കുറു. ഇനി എവിടെ ടീൽ കളർ കണ്ടാൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണം കേട്ടാ. രാധുവിന്റെ ക്രൂ, നമ്മുടെ ക്രൂ ചേട്ടന്മാരും ഞാനും ഒരേ. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ പോണതിന് മുമ്പ്, ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്ത് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സ്പെഷ്യൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവരും പ്രതീക്ഷ ഇന്നലത്തെ സ്പെഷ്യൽ ഓർഡർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് സംശയം. എന്താണ്, ദോശയാണോ ഇഡ്ഡലിയാണോ അറിയില്ല. നമ്മൾ ചോദിച്ചു, അപ്പൊ പറഞ്ഞു ഷെഫിന്റെ ചോയ്സ് പോലെ എന്ന് പറഞ്ഞു. പുട്ടുകടലായിരുന്നു. നമ്മളിപ്പോ ചോദിച്ചു, ജീന ചോദിച്ചു. ഓ ആണോ? അപ്പൊ ഷെഫിന്റെ ഇഷ്ടം എന്താണോ അതാണ് ഞങ്ങൾക്ക് തരാം. പുട്ടും കടലയും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് മസാല ദോശ, ഒരു പഴം പുഴുങ്ങിയിരുന്നു. പക്ഷേ പൂരി മസാല ദോശ ഒക്കെ നമ്മൾ ഓക്കെയാണ്. Not today. Just country. Yes, I like my traditional steamed rice cakes and kadla curry. But we are having veggie omelette with some French toast. ഇന്ന് ഇവിടെ ഈ ടേബിൾ എല്ലാവർക്കും ഷെഫിന്റെയാണ്. നമ്മൾ കപ്പലില് കഴിക്കാറില്ല. ഞങ്ങൾ പാവം മലയാളീസ്. നമുക്ക് പാൻ കേക്ക്, roasted potatoes like usual, English. I'm planning to have veggie omelette and French toast with some peach on the side. അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ചാഞ്ച. think about it. നമ്മൾ steam rice cake എപ്പോഴും അവിടെ കഴിക്കുന്നത്. ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. കഷ്ടായിപ്പോയല്ലോ. ഞങ്ങള് വീട്ടിൽ അത്രയും സ്റ്റീം റൈസ് കേക്ക് ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ അതുകൊണ്ട് ഇവിടെ വന്നപ്പോ ഷെഫ് ഉണ്ടാക്കി തന്നെ എങ്ങനെ ഇരിക്കും. അതാണ് കുട്ടി, ഷെഫിന്റെ കുക്കിംഗ് വേറെ, നമ്മുടെ കച്ചറ കുക്കിംഗ് വേറെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഷെഫ് എന്ന് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. See, you guys are matching. Yes. See? Perfect match. ഇതാണ് മുത്തു തമിഴ്നാട്ടിൽ നിന്നാണ്. മുത്തു നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വരുമ്പോൾ എപ്പോഴും മാജിക്കൊക്കെ കാണിച്ച് സംസാരിച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു ഫൺ ഗൈയാണ്. Okay, Muthu, go ahead, Muthu. What is your name? Gina. Gina, madam, can I grab this one? Oh my god, it's a baby hand. I will come back, madam, once again. Yes, before I just taken 2 balls, use the ball. What is your name? Ammu. I like your excitement. But you know, don't squeeze my fingers, squeeze the ball. Oh my god, okay, put your hands there. Ready, squeeze it tightly, okay? Ready, watch, 3, 2, 1, slowly drop the ball on me. Drop it. The opposite happen. I think it's a mummy ball. When you press the ball tightly, so it gets a baby. Can you make it disappear from my hands? No, Ammu, you get 4 upcoming babies. You have a chance. Ma'am, you want to try again? Okay, let's go. ഉപ്പുമാവും സൈഡില് ചട്നി,
ആണ് നമ്മുടെ ഷെഫ് വിചാരിച്ചത്. പിന്നെ വെജിറ്റബിൾ ഓംലെറ്റ്. സോറി, ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റായിരുന്നു. അവിടെ പോസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു അയാളാണ്, അയാളുടെ പേര് ബിനോയ് എന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അയാളാണ് ഇവിടുത്തെ ഷെഫ് എന്ന്. ഞങ്ങൾ കുറേ നേരം ബിനോയ് 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 എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോ ആ നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി ബിനോയ് അതൊരു മോഡലായിരുന്നു. അത് അവിടെ വെറുതെ പടം വെച്ചിരിക്കുന്നതാണ്. പണ്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഷെഫായിരുന്നു, പക്ഷെ ഇപ്പൊ പുള്ളി ഇവിടെ ഇല്ല. അപ്പൊ അതല്ല നമ്മുടെ എന്താണ്, ഞങ്ങൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. ഇനി പുതിയ ഷെഫിന്റെ പേര് ഇതുവരെ അറിഞ്ഞില്ല. ഒരു റേ ഓഫ് ഹോപ്പ് ഉണ്ട്. നമ്മുടെ ഷെഫ് തമിഴ്നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് അപ്പൊ നാളെ മസാല ദോശ ചോദിച്ചിട്ടുണ്ട്. നാളെ രാവിലെ മസാല ദോശ ചോദിച്ചിട്ടുണ്ട്. അല്ല, മസാല ദോശ അല്ല, നാളെ ഞങ്ങൾ ഒന്നിച്ചൊരു ഡിസിഷൻ എടുക്കണം. എന്ത് ഫുഡ് ഉപ്മാവ് സൂപ്പർ ഉപ്മാവ്. എനിക്ക് അടിപൊളി, നല്ല അടിപൊളി. ചട്നി പക്ഷെ നല്ല നല്ല, ഇവിടുത്തെ നല്ല ഫുഡാണ്. നല്ല സർവീസ്, എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ഒരുപോലത്തെ ഉടുപ്പിട്ടോണ്ടാണെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നേ. ഈ ഷിപ്പിൽ പല ഭാഗത്തായിട്ട് പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു റീൽ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. നമ്മുടെ പ്രാക്ടീസും റെക്കോർഡിങ് എല്ലാം ഇവിടെ തന്നെയായിരുന്നേ. ഇത് കാണാൻ കുറച്ച് ഓഡിയൻസും അപ്പുറത്തുണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവരുടെ ചിരി കണ്ടപ്പോൾ മനസ്സിലായി. കാരണം അവർ അപ്പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങളെ നോക്കിയിട്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റീല് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. നല്ലതായിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ മടിയായതുകൊണ്ട് പാട്ടിൻ്റെ വഴിക്കും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കുമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ടയർഡായി. ഇപ്പൊ എത്ര മണിയായി? ഒരു മണിക്ക് കഴിഞ്ഞു. ഭക്ഷണം വിശക്കുന്നില്ല, പക്ഷെ ഉച്ചയായതുകൊണ്ട് പക്ഷെ കഴിക്കാതെ പറ്റില്ല. കാരണം പ്രിയമാണ്. പിന്നെ ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ കുറെ കഴിഞ്ഞിട്ട് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം എലഗൻ നൈറ്റ്സ് ആണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഇവിടെ ബിങ്കോ കളിക്കാൻ പോകും. അപ്പൊ ബിങ്കോന്റെ ടിക്കറ്റ് എടുക്കണം. പിന്നെ ബിങ്കോ കളിക്കണം. $1000 ഗിഫ്റ്റാണ്. 3 ഗിഫ്റ്റ് ഉണ്ട്. $1000 മൊത്തത്തില്. അപ്പൊ നമ്മുടെ എന്താണ് ലക്കൊന്ന് പരീക്ഷിച്ചിട്ട് നമുക്കിപ്പോ പോയി ഫുഡ് കഴിക്കാം. ചിലപ്പോ ഞങ്ങൾ ഇവിടുന്ന് $1000 ഗിഫ്റ്റ് കൊണ്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷിപ്പല്ല, ക്രൂസ് ഫ്രീ ക്രൂസ് അല്ല, ഫ്രീ ട്രിപ്പ്. അടിപൊളി. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മള് വീണ്ടും വ്ളോഗ് ഇടും ഫ്രം എ ഡിഫറെന്റ് ക്രൂസ്. ഞങ്ങൾ പക്ഷെ ഞങ്ങളിപ്പോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്കുണ്ട് നല്ല ക്ഷീണമുണ്ട്. I am here to be the voice of Bingo today, and my name is Jaden. I'm part of your lovely, and it is lit up in flames, ready to go. But if you are ready for the first നമുക്കൊന്നും കിട്ടുന്നില്ല. രണ്ടെണ്ണം കിട്ടിയ പോയി. അയ്യോ, എന്ത് ഒന്നും കിട്ടുന്നില്ല. here we go. We got 062. If that was a good goal. ബോറടിച്ച് കയ്യില് മൈലാഞ്ചി If that was a good ball, give me an okay. ഈ ഒരു കപ്പിളിനാണ് ലാസ്റ്റ് പ്രൈസ് അടിച്ചത്. ഞങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഈ ബിങ്കോ, നാട്ടിൽ നമ്മളിന് തമ്പോല എന്ന് പറയും, ഇതുവരെ അടിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങൾ റൂമിൽ വന്നപ്പോ ഞങ്ങളുടെ ആട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ആടല്ല, ഇത് ആനയാ. അല്ല ചെമ്മരി. അത് റാം ചെമ്മരിയാട്, ഓൾസോ നോൺ ആസ് റാം. ഞങ്ങള് ബിങ്കോ കളിച്ച് തോറ്റു തുന്നം പാടി. ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പലപ്പോഴും വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ തോറ്റു തുന്നം പാടി. നമ്പർ അത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ ഒരു $10 വെച്ച് എല്ലാവരുടെ $10 പോയി. പക്ഷെ ഞങ്ങൾക്ക് അതിൽ വിഷമമില്ല. പക്ഷെ ഇത് സോ ബോറിംഗ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് നമുക്ക് ഫോർമൽ നൈറ്റ് ആണ്. കോക്ടെയിൽ ഡ്രസ്സൊക്കെ എലഗൻ നൈറ്റ് ആണ്. അപ്പൊ ഞങ്ങള് എന്നിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നത്. ഞങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ ആയതുകൊണ്ട് സോറി ഗൈസ്. ഒരാളിവിടെ ബാത്റൂം പോയിട്ട് ഫ്ലഷ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ ഇനി പോയി ഉറങ്ങണം. ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല ഉറക്കം വരുന്നത്. ഇത് മുഴുവൻ നടന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു ശേഷി ഞങ്ങൾക്കില്ല. അപ്പൊ നമ്മള് ഉറങ്ങി 5 മണിക്ക് എണീറ്റ് റെഡി ആവണമെന്നാണ് നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 2 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മൾ 2 മണിക്കൂർ സുഖമായിട്ട് കിടന്നു ഉറങ്ങും. വിചാരിക്കുന്നു നമ്മൾ സുന്ദരിമാരായിട്ട് വരും.
വീണ്ടും സുന്ദരിമാർ. വീണ്ടും ഞങ്ങൾ നന്നായി ഡ്രസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനി ഞങ്ങള് ഫോർമൽ. അതെ, ഇനി ഞങ്ങൾ വേറെ ഇടിവെട്ട് കളറുകളാണ് വൈകുന്നേരം. ഇനി സെയിം കളേഴ്സ്. ഡിവെട്ടല്ലേ ബ്ലാക്ക്. ബ്ലാക്കും അടിപൊളി. ഓക്കെ, ഞങ്ങൾ അങ്ങനെ എലഗൻ നൈറ്റിന് വേണ്ടി റെഡി ആവുകയാണ് എല്ലാവരും. ഫൈനൽ ടച്ച് ആയിട്ട് ഞാൻ ടീസാമയുടെ ലിപ് ഗ്ലോസ് ഒന്ന് കട വാങ്ങിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കിക്കിളി കൂട്ടി എന്നെ സംഭവിക്കുന്ന അറിയത്തില്ല, എന്റെ കൈ ഇളകും. അതറിഞ്ഞ കുറച്ചു മുമ്പ് അവിടെ കിടക്കണ വീഡിയോ കൂടി എടുക്കായിരുന്നു. ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഹായ്, കൊള്ളാട്ട ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെയാ? അല്ല, നിന്നെയല്ല, നിന്റെ സൗന്ദര്യം. എന്റെ അനിയത്തി. നമ്മളെല്ലാവരും ഇന്റർനെറ്റ് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നേ ക്രൂസിൽ. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനൊക്കെ വീട്ടിലോട്ട് വിളിക്കാൻ എളുപ്പമായിരുന്നു. ഇനി രണ്ടെണ്ണം കൂടി വരാനും ബാക്കിയുണ്ട്. റെഡി. ശോഭ, നമുക്ക് ടേബിൾ കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് അച്ചാറും തൈരും അടിച്ചിറക്കി വിട്ടില്ല ക്രൂസിൽ. അച്ചാറ് പോയിച്ചു വെച്ച് ഇന്നലെ തന്നില്ലല്ലോ നമ്മൾ കഴിച്ചിട്ട്. അച്ചാറ് ചോദിച്ചു, നിഷ അച്ചാറ് കൊണ്ടു തന്നു. മധുരം അടിച്ച് കീറിങ്ങിയ അത് അച്ചാറ് തൊട്ട് ഇത് കാണിച്ചു കൊടുക്ക. ഇതോട്ടിന്റെ എന്നിട്ട് അതെടുക്ക്. നിഷു എങ്ങനെയുണ്ട് നിഷ? വെരി ഗുഡ്. മത്ത് പിടിച്ചു. ഫുഡ് അടിച്ച് വയറ് നിറഞ്ഞ് കോമഡി ക്ലബിന് വന്നിരിക്കുകയാണ്. കോമഡി ക്ലബ്. ഞങ്ങള് മാത്രമുള്ളപ്പോ ഞങ്ങൾ ധാരാളം ചിരിക്കാറുണ്ട്. പ്രൊഫഷണൽ അല്ലേ, അപ്പൊ ചിരിക്കാനുണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. നമ്മൾ മണ്ടത്തരങ്ങൾ കണ്ട് നമ്മൾ മണ്ടത്തരങ്ങൾ കാട്ടിയെടുത്ത് ചെയ്യാറ്. പക്ഷെ ഇവര് കോമഡി പറഞ്ഞു തരും. ഇവര് പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോ കുറച്ചും കൂടെ ഒരു രസം ഉണ്ടാവും. കളിച്ച് പൈസ കളയാൻ തോന്നുന്നുണ്ടോ? തോന്നല്ല. അതുകൊണ്ട് ഞങ്ങൾ പൈസ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും ട്രൈ ചെയ്തില്ല. നമ്മൾ എവിടേക്കാ പോണെന്ന്? നമ്മള് 80s പോപ്പ് സോങ്സ്, ഡാൻസ്, നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണാം. ഫോട്ടോസ് കാണാം. ഫോട്ടോസ് നമ്മൾ ഷിപ്പിൽ കയറിയ സമയം മുതൽ പല സമയങ്ങളിലായിട്ട് ഇവർ നമ്മുടെ ഫോട്ടോസ് വന്നെടുക്കും. അപ്പോൾ നമുക്ക് ഇതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്കത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. അതല്ലാതെയും ഒരുപാട് സ്റ്റുഡിയോസ്, ഒരുപാട് ഡിഫറെൻറ്റ് ബാക്ക് ഡ്രോപ്പുമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോസ് അവിടെ തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കോമഡി ഷോ വലിയ ഗുണം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് 80s പോപ്പ് മ്യൂസിക്കിനാണ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിനെ കണ്ടോ? അത് ഒരു ഗേൾസ് ട്രിപ്പാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പല ഗേൾസ് ഗ്രൂപ്പിനെ ഇങ്ങനെ കാണുന്നുണ്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ട്. ഇവർ വന്നിരിക്കുന്നത് ഗ്രാനീസിൻ്റെ വയസ്സായ ആൾക്കാരുടെ ഒരു ഡ്രസ്സപ്പിലാണ്. നല്ല രസമില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നാളെയാണ് നമ്മൾ കുസുമൽ മെക്സിക്കോയിൽ പോർട്ടിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.